ഡോക്ടർ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ശിവ, വണ്ടി എടുക്ക്. അല്ല, നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നേ? ഞങ്ങളുടെ ജോലി ഞങ്ങൾ നോക്കുക, നിങ്ങളുടെ ജോലി നിങ്ങൾ നോക്ക് ബ്രോ. നീ ആരാ എന്റെ ലവറിനോട് അടുത്ത് ഇടപഴകാനായിട്ട്? എന്ത് നിന്റെ ലവറോ? അപ്പൊ നിന്നെ കണ്ടതും തലതെറിച്ച് അകത്തു പോയതോ? എന്താടാ ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഒരുമാതിരി കളിക്കണത്? ബ്രോ, ഞാൻ പറയുന്ന കേക്ക്, ഇവന്റെ അടുത്ത് വേണ്ട. ഈ ചേട്ടൻ പറയുന്ന മാതിരി അനുസരിക്ക്. ദയവ് ചെയ്തോടെ ഒന്ന് പോകാൻ നോക്ക്. ഇവനെ കണ്ട് ഞാൻ പേടിക്കണമെന്നോ? ബ്രോ, ഇനി നിങ്ങളുടെ വായിന്ന് രക്തം വന്നാലും അല്ല താഴേന്ന് രക്തം വന്നാലും ഞങ്ങൾ അവിടെ തന്നെ കാണും. വന്ന് കണ്ടോ. എനിക്ക് എവിടെ നിന്നും ചോര വരാൻ പോണില്ല. എനിക്ക് ഒരു രോഗമില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പൊ ഓക്കെ. കാണാം കാണാം. സാറേ, നിങ്ങളെപ്പറ്റി അറിയാതെ ഞാനൊന്ന് കളിച്ചു നോക്കി സാറേ. ക്ഷമിക്കണം സാറേ. സാരി സാർ, വിട്ടേക്ക് സാർ. ഈ ഭാഗത്തേക്ക് വരില്ല സാർ, വിട്ടേക്ക് സാർ. സ്ഥലം വിടറാ. തടിയാ, ശിവയും ഡോക്ടർ എങ്ങോട്ടാ പോയത്? ആളെ കാണുന്നില്ലല്ലോ. അത് നിങ്ങൾ കറുപ്പ് കണ്ണാടി ഇട്ടേക്കുന്ന കാരണം കാണാൻ പറ്റാത്ത. അവരെന്തോ വർക്കിന് വേണ്ടി ടൗൺ വരെ പോയേക്കുവാ. നിങ്ങക്ക് വരണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വരാൻ പറയാം. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. പോയി ഭക്ഷണം ഉണ്ടാക്കുക. ഓക്കെ സാർ. നാച്ചുറൽ സ്റ്റാർ, ഫൈറ്റ് ചെയ്ത് കൊണ്ട് ദേഹം വേനിക്കുന്നു. ഒന്ന് അമർത്തി വിട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ മസാജ് ചെയ്ത് തരാന്നേ. ഇതാണ് എന്റെ അച്ഛൻ. നമസ്കാരമുണ്ട് സാറേ. ശരീരം ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? ഒട്ടും വയ്യാന്നേ, ആകെ അവശതയാ. എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല. അമ്മയുടെ മരണശേഷമാണ് അച്ഛൻ ഇങ്ങനെ കുടിച്ചു കുടിച്ച് ഈ ഒരു അവസ്ഥയിലായത്. ഒന്നിനും പേടിക്കണ്ട. ഈ ഇലകളെ ജ്യൂസാക്കി കൊടുത്താൽ മതി, എല്ലാം ശരിയായേക്കും. അച്ഛന്റെ ആരോഗ്യം ഇപ്പോൾ പഴയതിനേക്കാൾ മെച്ചപ്പെട്ടു. നിങ്ങളാണ് എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചത്. ഒത്തിരി നന്ദി. ഇതിനെല്ലാത്തിനും രാകേഷാ കാരണം. താങ്ക് യു രാകേഷ്. അതൊക്കെ എന്തിനാ? നിങ്ങളുടെ സഹായത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ രാകേഷ്, ഞാൻ തരാം. ഇപ്പൊ ഒന്നും വേണ്ട, സമയം വരുമ്പോ ഞാൻ തന്നെ ചോദിക്കാം. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ശരി, ഞാൻ വീട്ടിലേക്ക് പോവാം. ചെറിയൊരു ജോലിയുണ്ട്, വൈകുന്നേരം വീട്ടിലേക്ക് വരട്ടെ. യാ, ഓൾവേസ് വെൽക്കം. ബൈ. സാർ, ഞങ്ങളുടെ ഹെൽപ്പ് വല്ലതും വേണോ? ഇപ്പോഴാണ് എല്ലാം മര്യാദയ്ക്ക് പോകുന്നത്. നീ ഒന്ന് മിണ്ടാതിരുന്നാൽ മാത്രം മതി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രാകേഷ്. അച്ഛന്റെ കണ്ടീഷൻ കണ്ടിട്ട് 6 മാസത്തിന് ശേഷം ജീവിച്ചിരിക്കില്ലെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ അച്ഛന്റെ ആരോഗ്യം ശരിക്കും മെച്ചപ്പെട്ടു. ഒരുപാട് നന്ദി. ഇറ്റ്സ് ഓക്കെ. നിന്റെ അടുത്തൊരു കാര്യം പറയണം. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ശരി.
ഐ ലവ് യു വെണ്ണില. എന്നെ കല്യാണം കഴിക്കുന്നോ? ഞാൻ ഇപ്പോൾ ഡിഗ്രി ഫൈനലിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. മാത്രല്ല എന്റെ അച്ഛനും ഇതിനൊക്കെ പറയണ്ടേ. ഈ സമയത്തിനുള്ളിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം. പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലേ നല്ലത്. 5000 കൊല്ലങ്ങളായി നിന്റെ കൂടെ ചേരാൻ കാത്തിരിക്കുകയാണ്. അതിനു വേണ്ടിയ സമയം എത്തിക്കഴിഞ്ഞു മോളെ. പറയ് രാകേഷ്, ഇത് ഓക്കെ അല്ലേ? ഓക്കെ നിന്റെ ഇഷ്ടാണ്. എടാ തടിയാ, സാർ, കുറച്ച് കഴിയുമ്പോ ആ പെണ്ണ് വരും. നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാം. ഞങ്ങൾ എന്തിനാ സാർ? നിങ്ങൾ തന്നെ കളിച്ചോളൂ. ഡാ, റൂൾ നമ്പർ 1 മറന്നോ? മറന്നിട്ടില്ല സാർ. മറന്നിട്ടില്ല. മറന്നിട്ടില്ല സാർ. ഹലോ. ഹായ്, ഡാൻസ് കളിച്ചാലോ? യാ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്താടോ, സുഖമാണോ? സുഖമായിട്ടിരിക്കടാ. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. എന്തോ അർജന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു കേസ് വന്നിട്ടുണ്ട്. ഷേടാ, നീ ഇതുവരെ ആ പണിയൊന്നും ഇട്ടില്ലേ? എന്തിനാടാ നിനക്ക് ആവശ്യമില്ലാത്ത പണി? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസാടാ, അതാ ഞാൻ സമ്മതിച്ചേ. അതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണും, പക്ഷെ പ്രശ്നമാണ് നീ കേസിന്റെ കാര്യമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാവോ? ഒരു പാവം പെണ്ണ് ജീവൻ രക്ഷിക്കണം. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഷേ, എന്ത് ചെയ്യാനാ? ശരി, കൊണ്ടുവന്നോ. അമ്മോ, എവിടെ നിന്ന് കിട്ടിയടാ അവനെ? ഭയങ്കര സൈക്കോ പ്രേതാണല്ലോ. എന്നെ കൊണ്ട് പറ്റില്ല. നീ പോയി സഞ്ജീവ് സാറിനെ കാണ്, അയാൾക്കേ ചെയ്യാൻ പറ്റൂ. അദ്ദേഹം ഹെൽപ്പ് ചെയ്യൂ. ഒന്ന് ഫോഴ്സ് ചെയ്ത് നോക്ക്. എന്നെ പറ്റി ഒന്ന് പറയാതിരുന്നാൽ മതി. ശരി, ഓക്കേടാ. എന്നാ ശരി, പിന്നെ കാണാം. ബൈ. For more updates, like, comment,
subscribe to our channel